അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ് ഗൈസ്. ഇപ്പം നമ്മളിന്ന് ചെയ്യുന്ന ഒരു ഷിപ്പ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. So you've got until 12 o'clock, I think. Yeah. And I'm going to send you into that museum down at the end. അപ്പം ഇതാണ് നമ്മുടെ ഷിപ്പ്. ഗൈസ് നമ്മുടെ ഷിപ്പ്. എന്താ ഗൈസ്, പന്നിയും പശുവും ആടും കോഴിയും എല്ലാം ഉണ്ട് ഗൈസ് ഇതിൻ്റെ അകത്ത്. ഇതാണ് അപ്പം കൺട്രോൾ ചെയ്യുന്ന വീല്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സിൻ്റെ ബോഗിനാണിത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബോഗിനിലേക്ക് പോവാണ് ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, നോക്കൂ ഒരു റൂം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറിൽ ഒരാൾ. ഓ ഗൈസ്, കിടന്നുറങ്ങുന്ന ഒരു റൂമാണിത്. വെയിറ്റിംഗ് ഏരിയ, ബുക്സ്, കാര്യങ്ങളൊക്കെ, പെർഫ്യൂം, പഴയ നാണയങ്ങൾ. ഇതടുത്തൊരു ഡബിൾ ഡെക്കർ. ഇത് ഭയങ്കര പൊളിയാണ് കേട്ടോ, നമ്മുടെ പഴയ ഷിപ്സും ഭയങ്കര സെറ്റപ്പൊക്കെ. ഇളകിയതാണ് ഗൈസ്, സീനാണ്. ഓ മൈ ഗോഡ്, ദ ഡാൻസ് പാർട്ടി ഗൈസ്. ഇതായിരുന്നു നമ്മുടെ ഇത്. നമ്മുടെ ക്യാപ്റ്റൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ക്യാബിനിൽ നിന്ന് പുറത്താക്കുന്നൊക്കെ, പോടിയുന്നു. ഇതായിരുന്നു തോന്നുന്നു രാജാക്കന്മാരുടെ പ്രീമിയം മെമ്പേഴ്സിൻ്റെ. എന്താണ് പിള്ളേരെ കുളിക്കുന്നത് സാധനം. ഇവിടെ നമുക്ക് തൊപ്പിയൊക്കെ ഉണ്ട്. എന്റെ തൊപ്പിയാണ്, പക്ഷെ നമ്മളെടുത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന പെട്ടി സംഭവങ്ങളൊക്കെ. ഇവിടെ നമുക്കൊരു റൂമുണ്ട്. ഇവിടെയായിരുന്നു തോന്നുന്നു നമ്മുടെ മ്യൂസീഷ്യൻസ് ഒക്കെ കിടന്നുണ്ട്. വയലിന്, ഫ്ലൂട്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതായിരുന്നു അവരുടെ റൂം. വെൽ മെയിൻറ്റൈൻ ആണ്. ഇതാ പുതിയ നമ്മുടെ വയലിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അവരുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സാധനങ്ങൾ, സെൻറ്റും സാധനവും എല്ലാം സൂക്ഷിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ അവരുടെ അതിൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇതാ കൊച്ച് ആടിൻ്റെ കൂടെ കളിക്കുന്ന സാധനമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. ഓ മൈ ഗോഡ്, August 19 സാറ്റർഡേയിൽ ആയിരുന്നു ഇത് ഗൈസ്. അതുപോലെ തന്നെ ഇത് ഇവിടെ എൻ്റെ പ്രണയിനിയുടെ ഫോട്ടോഗ്രാഫും സംഭവമൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു പുള്ളി. ഇതാണ് ഗൈസ് നമ്മുടെ പഴയ കണ്ണാടി. പണ്ടത്തെ ബാറായിരുന്നു. എന്താണ് വേണ്ടത്? ക്യാമറമാൻ എന്ത് വേണം? ഇവിടുത്തെ പഴയ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ പാവപ്പെട്ട മനുഷ്യൻ അവന്റെ സോക്സ് കീറിപ്പോയി അത് തുന്നിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പാവപ്പെട്ട ഒരു പുള്ളിയായിരുന്നത്. ആരാട് പോലും ആ പുള്ളി മണ്ടലൊക്കെ ഡെക്കറൊക്കെ കയറുന്ന നൈസായിട്ട് എന്തോ പറയാൻ കരഞ്ഞു ഗൈസ്. നൂലൊന്നും സെറ്റ് ആവുന്നില്ല. ഇവന്റെ മോളാണ് അവിടെ ഇരുന്ന് കരയുന്നത്. അതാണോ? അപ്പൊ നോക്കാണോ? പിള്ളേരെ കിടന്നു
പ്രഗ്നൻസി വാർഡിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ഷിപ്പിലെ പ്രഗ്നൻസി വാർഡ്. നമ്മുടെ പണ്ട് കാലത്തെ ആയ നൈസായിട്ട് കൊച്ചിനെ ഡെലിവറി ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ കൊച്ചിനെ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മുടെ പഴയ തൊട്ടിൽ ഗൈസ്. തൊട്ടിലൊക്കെ ഉണ്ട് കേട്ടോ, നൈസായിരുന്നു. ഒരു പ്രീമിയം 4-star ഹോട്ടൽ എന്ന് വേണം പറയാം ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. നോക്കുക ഗൈസ്, എന്ത് 5-star ഹോട്ടലിലെ കിച്ചണിലേക്കാണ് പോകുന്നത്. എല്ലാത്തരം നോൺ വെജ് ഐറ്റംസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷെഫ് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളി എന്താ ഉണ്ടാക്കുന്നത്? പുള്ളി വളരെ കഷ്ടപ്പെട്ട് മീനുണ്ടാക്കുകയാണ് ഗൈസ്. മീനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഷെഫ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്തോ അരിയോ എന്തോ സാധനമൊക്കെ തിളച്ച് പോയി ഗൈസ്. അത് പറഞ്ഞിട്ട് കഴിയില്ല. ഇതിൻ്റെ എന്തോ കട്ടായിട്ടിട്ടുണ്ട് ഇറച്ചിയാണ്. ബിരിയാണിയുടെ ചെമ്പൊക്കെ മണ്ടയിൽ അഴുക്കായിട്ടിരിക്കുന്നു. നമുക്ക് ഗൈസ് പഴയ ഇപ്പം മീൻ വറുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറച്ചി വറുത്തോണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് നമ്മുടെ ഇടികളിലും പരിപാടിയൊക്കെ. ഇതാണ് അവരുടെ പാത്രങ്ങളും സെക്ഷൻസ് ഒക്കെ. ഇതാ നമ്മുടെ ഇതിൻ്റെ തല വെച്ചിട്ടുണ്ട്. ഇതാ ചിക്കൻ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഷിപ്പിൽ വെച്ച് കുറച്ച് ആൾക്കാരെ കണ്ടു. വരും, കയറി വരും. എന്താണ് നിങ്ങൾക്ക് പറയാം ഗൈസ്? നമ്മുടെ ഒരു ഫാൻ നമ്മളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് അവരുടെ സ്റ്റോർ റൂം പോലത്തെ സെറ്റപ്പിലേക്കാണ്. ഇതോ സ്റ്റോർ റൂം. ഇവിടെ സാധനങ്ങളൊക്കെ, പൊടികളും ഫ്രൂട്ട്സിൻ്റെ ഒരു ശേഖരവും എല്ലാം ഉണ്ട്. ഇതവിടെ ഇറച്ചിയൊക്കെ അങ്ങ് നിർത്തി വെച്ചേക്കണം. ഇതെല്ലാം കരിഞ്ഞു പോയി കേട്ടോ. ഇൻഡിവിജ്വൽ റൂംസ് ആണ്. റൂംസും കുറച്ച് കാര്യങ്ങളൊക്കെ. നമ്മുടെ മെയിൻ സാധനം ഇതാണ്. പണ്ട് കാലത്ത് ആൾക്കാർ കുളിച്ചോണ്ടിരുന്ന പാത്രം. ഇതിലായിരുന്നു വെള്ളം കോരി ഒഴിച്ച് കുളിച്ചോണ്ടിരുന്നു. ഇതാണ് തോർത്തും സാധനം. ചാക്ക് ഫീൽ. ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂം. ഷിപ്പിന്റെ എഞ്ചിൻ റൂമാണ്. എന്ത് വലിയ പിസ്റ്റണും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മുടെ ഓൺ വലിയ ഓണാണത്. ഈ ലിവർ വെച്ചിട്ടായിരുന്നു നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്ന ലിവറാണിത്. പക്ഷെ ഇത് ഇപ്പം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെറുതെ ആരോഗ്യം കളയുന്നതിൽ. ഇതാണ് നമ്മുടെ പണ്ട് കാലത്തെ അറവുശാല. നോക്ക് ഗൈസ്, എല്ലാവിധ സാധനങ്ങളും അതിനകത്ത് നൈസായിട്ടുണ്ട്. നോക്ക് ഗൈസ്, മച്ചാനാണെങ്കിൽ കഷ്ടപ്പെട്ട സ്രാവിനെ വരെ പിടിച്ച് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താന്ന് പറ ഗൈസ്. ഇതൊരു പ്രണയിനെ വിട്ട് എങ്ങനെ പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പ്രണേതാവാണ്. പഴയ ലവ് ലെറ്റർ ഒക്കെ എടുത്ത് വായിക്കുന്നു ഗൈസ്. ഇവിടെ പെട്ടിന്ന് എടുക്കുന്നു. ഒരു കുപ്പി സ്കോച്ചും സാധനമൊക്കെ ഉണ്ട്. കള്ളൻ ആള് പുലിയാണ്. അവരുടെ റൂം അങ്ങനെ കഴിഞ്ഞ് നോക്കൂ ഗൈസ്. കക്കൂസ് ഇതാണ്. ഇത് നൈസായിട്ട് പൊക്കുന്നു. പരിപാടി കഴിഞ്ഞിട്ട് ഷവർ ഒരു സാധനം പൊക്കുന്നു. ഹണ്ടറിന്റെ റൂമാണ് ഗൈസ്. ഒരു അടിപൊളി പിസ്റ്റണൊക്കെ ഉണ്ട് പുള്ളിക്ക്. കോഴീനൊക്കെ പിടിച്ച് തൂക്കിയിട്ടേക്കുന്നു. ഒരു പ്രാവിനെ പിടിച്ച് അതിനകത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാ ഒരു കുരങ്ങൻ അടിപൊളിയായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഗൈസ്. ഇനി നമ്മൾ റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പഴയ റെസ്റ്റോറന്റ് സെറ്റപ്പാണ്. കുറച്ച് പേര് ബിയറും സാധനവും വൈനും എല്ലാം അടിച്ച് ആഘോഷിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പണ്ടത്തെ ഒരു വടക്ക് നോക്കിയ യന്ത്രമാണിത്. ഭയങ്കര ഹിസ്റ്റോറിക്കലാണ്. ഭയങ്കര നമുക്ക് റെയറായിട്ട് ഇത് കാണാൻ പറ്റുള്ളൂ. ഇതാണ് അവരുടെ എന്താണ് പ്രീമിയം സെറ്റപ്പിലുള്ള ഒരു ഡിന്നർ ടൈമാണിത്. ഫ്രൂട്ട്സ് ഒക്കെ അടിക്കും. നമ്മുടെ ഒരു കുഞ്ഞു മാലാഖയൊക്കെ മണ്ടലുണ്ട്. ഇതാണ് അവരുടെ ഒരു ഏകദേശം സെറ്റപ്പ്. ഇതാണ് നമ്മുടെ ഒരു സ്റ്റോറും സെറ്റപ്പ്. എല്ലാ സ്പെയറും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എന്തെങ്കിലും പൊട്ടിയ ഒക്കെ പോവുകയാണെങ്കിൽ ഗ്ലാസിൻ്റെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ സെക്ഷൻസ് ഇവിടെ ഉണ്ട്. എല്ലാ സാധനവും ഈ ഷിപ്പിൽ തന്നെ ഉണ്ട്. ഒരു വർഷത്തിന് വേണ്ടി എല്ലാ സാധനവും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് അപ്പം അതിൻ്റെ ഒരു സ്റ്റോർ റൂം വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് അവരുടെ ഒരു ഡൈനിങ് ടേബിൾ. ഫുഡ് കഴിക്കാം. എടുക്കാൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നത് സെർവൻസിൻ്റെയാണ്. ഇവിടെ എല്ലാം സാധനം ഇതുണ്ട്. അടുക്കി കിടക്കുന്നുണ്ട്. പാവപ്പെട്ട ലേബേഴ്സ് ഇങ്ങനെയായിരുന്നു ഷിപ്പിൽ കിടന്നുകൊണ്ടിരുന്നത്. തുണിയൊക്കെ
വാരി ഇട്ടേക്കുന്നത്. ഫോട്ടോ നോക്കി കല്യാണം കഴിഞ്ഞ് തൻ്റെ പ്രിയ ദമ്മിനിയുടെ ഫോട്ടോ ഒക്കെ നോക്കിയിരിക്കുന്നു ഗൈസ്. നോക്കൂ ഗൈസ്, എന്ത് ചെയ്യാനാ പാവം ചേട്ടൻ. കുറേ നാൾ കൂടി പണിക്കൊക്കെ വന്നിട്ട് പാവം. ഇതാണ് അവരുടെ വേറൊരു സ്റ്റോർ. ഇതിലെ കൂടെ ഒരു വഴിയുണ്ട്, പക്ഷെ കയറിപ്പോകാൻ പറ്റുന്നതല്ല. സ്ട്രൈറ്റ് ഇങ്ങോട്ടൊക്കെ ഉള്ള വഴികളാണോ? ഞാൻ മാത്രമേ ഇങ്ങോട്ടൊക്കെ. അയ്യോ, നമ്മളെ പറ്റിച്ചാണ് ഗൈസ്. വെറുതെ കയറി